ADGP അജിത് കുമാർ ദത്താത്രേയ ഹൊസബാലയെ പോയി കാണുന്നത്, പിന്നെ റാം മാധവനെ പോയി കാണുന്നത്, ഇതൊന്നും മുഖ്യമന്ത്രി അറിയാതെയാണ് എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ലല്ലോ. രണ്ട് പ്രശ്നമുണ്ട്. മുഖ്യമന്ത്രി അറിയാതെയാണ് ഇങ്ങനെ പോയി കണ്ടതെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആ കസേരയിലിരിക്കാൻ പറ്റില്ല, അല്ലേ? അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോലീസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ടോപ്പ് ബ്രാസ് ആയിട്ടുള്ള ആളുകളെ അങ്ങോട്ട് പോയി കാണുകയാണ്, രഹസ്യ കൂടിക്കാഴ്ച നടത്തുകയാണ്, മണിക്കൂറുകളോളം സംസാരിക്കുകയാണ്. അതൊന്നും താൻ അറിയുന്നില്ല, അല്ലെങ്കിൽ തൻ്റെ ഓഫീസിലുള്ള ആളുകൾ അറിയുന്നില്ല എന്നാണെങ്കിൽ അതിനർത്ഥം ഈ പണിക്ക് പറ്റില്ല എന്നാണ്. അങ്ങനെയല്ലേ? അദ്ദേഹത്തിനെതിരെ വരെ ഗൂഢാലോചന നടത്താൻ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഈ അജിത് കുമാറിന് സാധിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അറിയാതെ ആവില്ല. ഇനി അറിഞ്ഞിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി ഇതുവരെ എന്തുകൊണ്ട് അതേക്കുറിച്ച് ചോദിച്ചില്ല. അപ്പോൾ ഇതിൽ രേഷ്മ, ഇതിലൊരു ഈ എപ്പിസോഡിലെ ഓരോ കാര്യവും സങ്കീർണമായ ഒരുപാട് ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. നോക്കൂ, ഇത് തുടങ്ങുന്നത് അൻവറിൻ്റെ ചില എക്സ്പോഷർ കൂടുകയാണ്. അൻവർ എന്ന് പറഞ്ഞാൽ ഭരണപക്ഷ MLA ആണ്. അൻവർ പറഞ്ഞ് അവസാനം എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ തോക്ക് ലൈസൻസ് എടുക്കുകയാണെന്ന് പറയുന്നു. എന്താണ് ഒരാൾ തോക്ക് ലൈസൻസ് എടുക്കുകയാണെന്നൊരു MLA പറയണതിൻ്റെ അർത്ഥം എന്താണ്? ഈ സംസ്ഥാനത്ത് എനിക്ക് സുരക്ഷയൊരുക്കാൻ ഇവിടുത്തെ ഏജൻസികൾ പര്യാപ്തമല്ല എന്ന തിരിച്ചറിവിൽ ഞാൻ എത്തി എന്നുള്ളതല്ലേ? തോക്ക് ലൈസൻസിന് വേണ്ടി ആളുകൾ എപ്പോഴാണ് അപേക്ഷിക്കുക? സ്വന്തം സുരക്ഷയുടെ കാര്യത്തിൽ ഭീതി ഉണ്ടാകുമ്പോഴാണ്. അൻവർ ഭയക്കുന്നു. ഇന്നലെ അൻവർ എന്താ പറഞ്ഞത്? ADGP അജിത് കുമാർ ആ കസേരയിൽ തുടരുന്നത് എന്നെ കുരുക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഭരണപക്ഷ MLA പിണറായി വിജയൻ്റെ കീഴിലുള്ള ഈ പോലീസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ തന്നെ മുന്നണിയിൽപ്പെട്ട MLA കുരുക്കാൻ പോവുകയാണ്. അപ്പോൾ അയാൾ ആ കസേരയിലിരിക്കുന്നത് പിണറായി വിജയൻ്റെ ദയാദാക്ഷിണ്യത്തിലാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ ദയാദാക്ഷിണ്യത്തിൽ പുള്ളി ആ കസേരയിലിരിക്കുന്നത് അൻവറിനെ കുരുക്കാൻ വേണ്ടിയാണ്. ഭയങ്കര സങ്കീർണ്ണമാകുകയല്ലേ പ്രശ്നം? അപ്പോൾ ഇതിൽ ഒന്നുമില്ല. ഇത് ഒരർത്ഥത്തിൽ ഇതിനെ സങ്കീർണ്ണമാകുന്നതിന് മറ്റൊരു വളരെ ലളിതമാണ്. ഈ പറയുന്ന ആൾ ADGP അജിത് കുമാർ എന്ന് പറയുന്ന ആൾ, അയാൾ IPS ഓഫീസറാണ്. IPS എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ കേന്ദ്ര സർവീസാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റുന്നൊക്കെ ചില ക്യാപ്സ്യൂൾ നിർമ്മാതാക്കൾ സൈഡിൽ കൂടെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കഥയില്ല. ഇയാളെ എന്താണ് സസ്പെൻഡ് ചെയ്യണമെന്നോ പുറത്താക്കണമെന്നോ ഒന്നും പറയുന്നില്ല. ഇയാൾ ഇപ്പോൾ ഇരിക്കുന്ന ആ പോർട്ട്ഫോളിയോ ഉണ്ടല്ലോ, അത് മാറ്റാൻ സർക്കാരിന് എന്താണ് തടസ്സം? ലോ ആൻഡ് ഓർഡറിൽ തന്നെ അദ്ദേഹം ഇരിക്കണമെന്ന് ഇവിടെ നിയമമുണ്ടോ? ഇവിടെ വേറെന്തെല്ലാം പോർട്ട്ഫോളിയോസ് ഉണ്ട്. പോലീസിനകത്ത് തന്നെ ഫയറുണ്ട്, വിജിലൻസ് ഉണ്ട്, ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, വേറെ പോലീസ് അക്കാഡമി ഉണ്ട്, വേറെ എന്തെല്ലാം പരിപാടികളുണ്ട്. ഇനി വേണ്ട, കേരളത്തിലെ എത്ര IPS ഓഫീസർമാർ ഇതിന് പുറത്തുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്തിട്ടുണ്ട്. KSRTCയിൽ ഇരുന്നവരുണ്ട്, കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിൽ ഇരുന്നവരുണ്ട്, ഹഡ്കോയിൽ ഇരുന്നവരുണ്ട്, വേറെയും പല ചുമതലകളിൽ പലതരം ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല, ഉത്തരവാദിത്തം മാറ്റിയാൽ മതിയല്ലോ. അതും ചെയ്യുന്നില്ല. നോക്കൂ, ഈ പറയുന്ന ADGP അജിത് കുമാറിനെ കുറിച്ച് അദ്ദേഹം ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ്, ക്രിമിനൽ സിൻഡിക്കേറ്റിൻ്റെ ഭാഗമാണ്, കൊലപാതകം നടത്തിക്കുന്ന ആളാണ്, കള്ളക്കടത്ത് ബന്ധമുള്ള ആളാണ്, പണം തട്ടിപ്പറിക്കുന്ന ആളാണ്, മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തുന്ന ആളാണ്, ദാവൂദ് ഇബ്രാഹിമിനെ പിടിക്കുന്ന ആളാണ്. ഇങ്ങനെയൊക്കെയാണ് ഇദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭരണപക്ഷ MLA. അപ്പോൾ സംസ്ഥാനത്തെ പോലീസ് ഫോഴ്സിൻ്റെ ഇത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കെതിരെ ഒരാൾ പരസ്യമായി ഈ നിലക്കുള്ള ഇതൊരർത്ഥത്തിൽ ഡിഫമേറ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കൂടെയാണല്ലോ പറഞ്ഞിട്ടും ഈ അൻവറിനെതിരെ കേസെടുക്കുന്നില്ലല്ലോ. അൻവറിനെതിരെ ഇത് പറഞ്ഞതൊക്കെ തെറ്റാണെങ്കിൽ അൻവറിനെതിരെ കേസെടുക്കുക. പൂർണ്ണമായിട്ട് തള്ളിയിട്ടുമില്ല. അൻവർ പറഞ്ഞത് പഠിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന ആരോപണം ഉന്നയിച്ച അൻവറിനെ സ്വന്തം ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. ഇതെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്നുകിൽ നിങ്ങൾ അൻവറിനെ സമ്പൂർണ്ണമായി തള്ളിപ്പറയണം, അല്ലെങ്കിൽ നന്ന ചുരുങ്ങിയത് ഇപ്പോൾ അന്വേഷണം നടക്കുകയെന്ന് പറയണ്ടല്ലോ, ആ ഇരിക്കണ പോർട്ട്ഫോളിയോ ഞാൻ പറയുന്നത് അയാളെ സസ്പെൻഡ് ചെയ്യണമെന്നോ അയാൾ ഒന്നുമല്ല പറയുന്നത്. ആ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന ആ പോർട്ട്ഫോളിയോ മറ്റൊരാൾക്ക് കൊടുക്കും. ഇയാളെ KSRTCയിൽ എങ്ങോട്ടും സമയമില്ല. അയാളിപ്പം അങ്ങനെ പോർട്ട്ഫോളിയോ ഇല്ലാതെയും ഇരിക്കാമല്ലോ. അതുപോലും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഇത് ADGP അജിത് കുമാർ സ്വമേധയാ വ്യക്തിപരമായി ചെയ്ത കാര്യമല്ല, മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരം മുഖ്യമന്ത്രിക്ക് വേണ്ടി ചെയ്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത്. അങ്ങനെ വേറെയും വാർത്തകൾ വരുന്നു. ഇദ്ദേഹം റാം മാധവനെ പോയി കാണുമ്പോൾ
മുഖ്യമന്ത്രിയുടെ ഇഷ്ടപ്പെട്ട ആളുകൾ കൂടെ ഉണ്ടായിരുന്നു എന്ന വാർത്തകൾ വരുന്നത് ആ പശ്ചാത്തലത്തിൽ കൂടെ അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അത് കേരളം അറിഞ്ഞാൽ കേരളം ഞെട്ടും എന്നാണ് പ്രതിപക്ഷ നേതാവ് അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാരൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് അൺവെരിഫൈഡ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിൽ സംഭവിക്കുന്നത് എന്താണ്? മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന കള്ളക്കടത്ത് കേസുണ്ട്, അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ട കേസുണ്ട്. ഇത്തരം കേസുകൾക്ക് വേണ്ടി നടത്തിയ കോംപ്രമൈസിൻ്റെ ഡീലുകളുടെ ഭാഗമാണോ എന്നൊരു ക്വസ്റ്റ്യനാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഈ മനുഷ്യൻ ഈ പണി ചെയ്യുമ്പോൾ ഇപ്പുറത്ത് സംഭവിക്കുന്നത് എന്താണ്? അദ്ദേഹം മുഖ്യമന്ത്രിയായത് തന്നെ ആകാശം ഇറങ്ങി വന്നല്ലോ, ഒരു പാർട്ടിയല്ലേ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായത്. ഈ പാർട്ടിയുടെ ലക്ഷോപലക്ഷം അണികൾ വിയർത്ത് പണിയെടുത്തിട്ടാണല്ലോ ഈ പാർട്ടി അധികാരത്തിലെത്തുന്നതും ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ മുഖ്യമന്ത്രിയായി മാറുന്നതും. ഈ പാർട്ടിയെ ഒറ്റിക്കൊടുക്കുകയല്ലേ ചെയ്യുന്നത്, ഈ പാർട്ടിയുടെ അടിത്തറ മാന്തുകയല്ലേ ചെയ്യുന്നത്, ഈ പാർട്ടിയുടെ അകം ഓരോ ദിവസവും ദുർബലമായിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? എന്തുകൊണ്ടാണ് പാർട്ടിക്ക് ഇതിൽ വളരെ ഒരു അസർട്ടീവ് പൊസിഷൻ എടുത്തിട്ട് അതിനനുസരിച്ച് നീങ്ങാൻ പറ്റാത്തത്? ഇപ്പോൾ നാളെ LDF നടക്കാൻ പോവാണ്. LDF അജിത് കുമാറിനെ മാറ്റണമെന്ന് CPI ഔദ്യോഗികമായി ആവശ്യപ്പെടുന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. അപ്പോൾ CPM ഇത് നീട്ടിക്കൊണ്ടു പോകുന്നതിനനുസരിച്ച് അവർ സ്വയം ദുർബലപ്പെടുകയാണ് ചെയ്യുന്നത്. എത്രയും വേഗം ഇതിനകത്ത് മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന നിലപാടുകൾ സ്വീകരിച്ച് നടപടികൾ എടുത്തില്ലെങ്കിൽ വൈകുന്നതിനനുസരിച്ച് കൂടുതൽ അപകടങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ വിവേകശാലികളായ വല്ലവരും ആ പാർട്ടിക്കകത്ത് ബാക്കിയുണ്ടെങ്കിൽ അവർ ഉണർന്നെഴുന്നേറ്റ് ആക്ട് ചെയ്യേണ്ട അവസാനത്തെ സന്ദർഭമാണ്.